സോനം വാങ്ചുക്കാണ് രാജ്യത്തെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. 20 ദിവസത്തെ നിരാഹാര സമരത്തിനിടയിൽ നിന്നും ഡൽഹി പോലീസ് സഫ്ദർജംഗ് ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ മാറ്റിയിരിക്കുകയാണ്. 59കാരനായ സോനം വാങ്ചുക് കോക്രോച്ച് പാർട്ടിയുടെ ആളുകളും നിരാഹാരം ഇരിക്കുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ്. ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് നീക്കിയതിനു ശേഷം മോദി രാജിവെക്കണം എന്ന തലത്തിലേക്ക് സമരം മാറിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 20 ദിവസത്തെ നിരാഹാരം ഇദ്ദേഹത്തെ തളർത്തിയിട്ടൊന്നുമില്ലെന്നാണ് ആശുപത്രിയിൽ നിന്നും വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. മരുന്നുകളൊന്നും കഴിക്കാൻ അദ്ദേഹം തയ്യാറാവുന്നില്ലെന്നും കുടുംബാംഗങ്ങൾ ചികിത്സയ്ക്ക് സമ്മതിക്കുന്നില്ല എന്നതും ആശുപത്രി അധികൃതർ ഗൗരവത്തിലാണ് കാണുന്നത്. ആശുപത്രിയിലും അദ്ദേഹം നിരാഹാരം തുടരുകയാണ്. അദ്ദേഹത്തിന്റെയോ തങ്ങളുടെയോ അദ്ദേഹത്തെ 20 ദിവസമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറുടെയോ സമ്മതമില്ലാതെ ഒരു മരുന്ന് കൊടുക്കാനും സമ്മതിക്കില്ലെന്നാണ് ഭാര്യ ഗീതാഞ്ജലി നിലപാടെടുത്തിരിക്കുന്നത്. അതേസമയം ഡൽഹി പോലീസ് തങ്ങളുടെ സമരത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്ന് ആരോപണം ഉയർത്തിയിരിക്കുന്നു കോക്രോച്ച് പാർട്ടി സ്ഥാപകനും നേതാവുമായ അഭിജിത് ദീപ്കെ. രാത്രിയും പുലർച്ചെയുമാണ് പോലീസ് നടപടികൾ കടുപ്പിക്കുന്നതത്രേ. അതേസമയം സോനവുമായി സംസാരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണമെന്ന നിർദ്ദേശവുമായി അന്ന ഹസാരെ രംഗത്തെത്തിയിട്ടുണ്ട്. കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ കക്ഷികളും എവിടെയും തൊടാത്ത പ്രസ്താവനകളുമായി രംഗത്തുണ്ട്. ഗുജറാത്ത് പോലീസ് പുതിയ തീവ്രവാദ സംഘത്തെക്കുറിച്ചുള്ള ഗവേഷണവും വിലയിരുത്തലുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതായാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. സംസ്ഥാന പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം SP പ്രഫുൽ വനിയ പുറത്തിറക്കിയിരിക്കുന്ന അറിയിപ്പ് പ്രകാരം ആന്റി റാഡിക്കലൈസേഷൻ സെൽ എന്ന പേരിൽ ഒരു പുതിയ വിഭാഗം ഗുജറാത്ത് പോലീസിൽ ആരംഭിച്ചിട്ടുണ്ട്. തെലങ്കാനയാണ് ഇക്കാര്യത്തിൽ ഗുജറാത്തിന് മാതൃക. മതമൗലികവാദിയായി മാറുന്ന ആളുകളിൽ കാണപ്പെടുന്ന ലക്ഷണങ്ങൾ വെച്ച് വിലയിരുത്തൽ നടത്തുകയും അവരതിൽ നിന്ന് തടയുകയും ചെയ്യുകയാണ് അത്രേ പരിപാടി. ഈ ലക്ഷണങ്ങൾ പറഞ്ഞു വന്നപ്പോൾ പക്ഷെ എല്ലാം മുസ്ലിങ്ങളിൽ കാണപ്പെടുന്ന ലക്ഷണങ്ങളായി മാറി എന്ന് മാത്രം. അതറിയാതെ പറ്റിപ്പോയതാണെന്ന് വിശ്വസിക്കാൻ നിവൃത്തിയില്ല. കാരണം അത്രയും പരിശീലനം സിദ്ധിച്ച കഴിവുറ്റവരാണ് ഈ ഗ്രൂപ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. 2002 ലോകം കണ്ട ഏറ്റവും ഭീകരമായ വംശഹത്യകളിൽ ഒന്ന് അരങ്ങേറിയ സംസ്ഥാനമാണ് ഗുജറാത്ത്. അന്ന് അവിടെ അഴിഞ്ഞാടിയ ഹിന്ദുത്വ മതമൗലികവാദികളുടെ ഒരു ലക്ഷണവും ഇപ്പോഴത്തെ ആന്റി റാഡിക്കലൈസേഷൻ സെല്ലിന്റെ കണക്കു പുസ്തകത്തിൽ റാഡിക്കലിസത്തിന്റെ ലക്ഷണങ്ങളായി കാണുന്നില്ല എന്നതാണ് കൗതുകകരം. അതിനു പകരം ലിസ്റ്റിലുള്ള മതമൗലികവാദിക സ്വഭാവ ലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ടവ ഇവയാണ്: താടി, പർദ്ദ, ഗൾഫ് രാജ്യത്തിലേക്കുള്ള സന്ദർശനങ്ങൾ, സിഗ്നൽ ആപ്പിന്റെ ഉപയോഗം, സോഷ്യൽ മീഡിയയിൽ മുസ്ലിങ്ങളുടെ അവകാശത്തിനായി സംസാരിക്കുക എന്നിവയാണവ. പെട്ടെന്നൊരാൾ ഒരു ദിവസം താടി വെക്കുന്നു, അല്ലെങ്കിൽ സംസാരത്തിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് അറബി വാക്കുകൾ പറയാൻ തുടങ്ങുന്നു, ആഗോളതലത്തിൽ മുസ്ലിങ്ങൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വേവലാതിപ്പെടാൻ തുടങ്ങുന്നു, അഫ്ഗാനിസ്ഥാനിലേക്കോ പശ്ചിമേഷ്യയിലേക്കോ യാത്ര പോയ ശേഷം സ്വഭാവത്തിൽ വല്ലാത്ത മാറ്റം പ്രകടമാവുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, അയാൾ തീവ്രവാദിയാവാനും മതമൗലികവാദിയാവാനും തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം. ഇതാണ് നോട്ടീസിലെ പരാമർശം. പശുവിന്റെ പേരിലോ അല്ലാതെയോ ഉള്ള തല്ലിക്കൊല്ലലോ ചാണകം തീറ്റിക്കലോ തൃശൂലമേന്തിയുള്ള പ്രതിജ്ഞയോ ഒന്നും ഈ ലിസ്റ്റിൽ വരുന്നതേ ഇല്ല. പുതിയ സെൽ പുറത്തിറക്കിയിരിക്കുന്ന അറിയിപ്പിൽ മതമൗലികവാദിയെ നിർവചിച്ചിരിക്കുന്നത് വെച്ച് നോക്കിയാൽ സത്യത്തിൽ അത് ഏറ്റവും യോജിക്കുക ഇത്തരക്കാർക്കായിരിക്കുകയും ചെയ്യും. സംസ്ഥാനത്തിന്റെ നീതിന്യായ സംവിധാനത്തെ ബാധിക്കുന്ന തരത്തിൽ തീവ്രവാദ ആശയത്തിനനുസരിച്ചോ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും എതിരായോ ആളുകൾക്കിടയിൽ ഭയമുണ്ടാക്കുന്ന തരത്തിലോ പ്രവർത്തിക്കുന്നവർ, അല്ലെങ്കിൽ സ്വന്തം മതത്തിലേക്ക് ആളുകളെ തെറ്റിദ്ധാരണയിലൂടെ പരിവർത്തനം ചെയ്യിപ്പിക്കുന്നവരൊക്കെയാണ് ഈ നിർവചന പ്രകാരം മതമൗലികവാദികൾ. ഇവരെ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നോക്കണം. ഇക്കൂട്ടർ ഇടയ്ക്കിടെ വളം വാങ്ങാൻ സാധ്യതയുണ്ട്. അതും പൊട്ടാസ്യം നൈട്രേറ്റും സൾഫറും അമോണിയം നൈട്രേറ്റും അടങ്ങിയ വളമാണ് വാങ്ങുക. LPG സിലിണ്ടറുകളും ഇടയ്ക്കിടെ വാങ്ങും. കാടിന് സമാനമായ സ്ഥലങ്ങളിലേക്ക് ഇടയ്ക്കിടെ യാത്രകൾ നടത്തും. വിദേശത്തുള്ളവരുമായി നിരന്തരം ബന്ധം പുലർത്തും, അതും എൻക്രിപ്റ്റഡ് ആപ്പുകളിലൂടെ. വൻതോതിൽ പണം അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കും. ഇത്തരക്കാരെ ശ്രദ്ധിക്കാൻ പോലീസ് പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശമുണ്ട്. തീവ്രവാദ ബന്ധമുള്ള അറബിക് കോളേജുകളും മദ്രസകളും സന്ദർശിക്കുക, പള്ളികളിൽ ഈത്തിക്കാഫ് അഥവാ ഭജനം ഇരിക്കുക, ഇസ്ലാമിക ഉത്തരവാദിത്തങ്ങളുടെ പേരിൽ വിദ്യാഭ്യാസമോ ജോലിയോ ഉപേക്ഷിക്കുക, ഇത്തരം ചില പരിപാടികളും ഇവർ ചെയ്യും. അതും ശ്രദ്ധിക്കണം. സലഫി വഹാബി ആശയക്കാരെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്രേ. ഇത്തരക്കാരെ കണ്ടെത്തിയാൽ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കണം. അതിന് പോലീസ് മാത്രമല്ല, കുടുംബക്കാരും മത നേതാക്കളും സുഹൃത്തുക്കളും ഒക്കെ ശ്രദ്ധിക്കണം. അതിനുശേഷവും അവർ കുറ്റകൃത്യം ചെയ്യുകയാണെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയ്ക്കൊപ്പം UAPAയും ചേർത്തി വേണം കേസെടുക്കാൻ. എന്തായാലും പോലീസിന്റെ പുതിയ നോട്ടീസിനെതിരെ ശക്തമായ പ്രതിഷേധം തുടങ്ങിക്കഴിഞ്ഞു. ഇത്തരം നോട്ടീസുകൾ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരാവകാശങ്ങളെ ലംഘിക്കുകയാണെന്നും
മുസ്ലിമായിപ്പോയി എന്നതുകൊണ്ട് ഒരാളുടെ മേൽ അനാവശ്യമായ നിരീക്ഷണം ഏർപ്പെടുത്തുന്നതാണെന്നും അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. മുസ്ലിങ്ങളുടെ മതപരമായ ചിഹ്നങ്ങളെ മാത്രം ഉന്നം വെക്കുന്ന ഈ അറിയിപ്പ് പിൻവലിക്കണമെന്ന് ജോൺ ബ്രിട്ടാസ് MP പ്രസ്താവിച്ചിട്ടുണ്ട്. ഹിന്ദു മതമൗലികവാദത്തെ കുറിച്ച് എന്താണ് ഇവരൊന്നും സംസാരിക്കാത്തത് എന്നും ധർമ്മസംസദിലെ പോലെ ഇത്തരക്കാർ നടത്തുന്ന പരസ്യമായ വർഗീയ പ്രചാരണങ്ങളെ എന്തുകൊണ്ട് ആരും കാണുന്നില്ലെന്നും ശബനം ഹാഷ്മിയെ പോലെയുള്ളവർ ചോദിക്കുന്നു. SIR നടപടികളിലൂടെ ഒരു വ്യക്തിയുടെ പൗരത്വത്തെ ഇല്ലാതാക്കാനാവില്ലെന്ന് സുപ്രീം കോടതി. ബംഗാളിൽ SIR നടപടികളിലാണ് ഇത്തരമൊരു നിരീക്ഷണം കോടതി ഉയർത്തിയിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ്മാല ബാഗ്ചി, V മോഹന തുടങ്ങിയവരടങ്ങിയ ബെഞ്ചാണ് ഇത്തരമൊരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. വോട്ടർ ലിസ്റ്റിൽ പേരില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് പൗരത്വം ഇല്ലാതാവുകയോ സർക്കാർ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുകയോ ചെയ്യുകയില്ലെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ബീഹാറിൽ SIR കേസുമായി ബന്ധപ്പെട്ട് തങ്ങൾ മുൻപ് തന്നെ ഇതേക്കുറിച്ച് വ്യക്തമാക്കിയിരുന്നതായും കോടതി പറഞ്ഞു. SIR ലിസ്റ്റിൽ ഒരു പേര് ചേർക്കരുത് എന്ന് ട്രിബ്യൂണൽ നിർദ്ദേശിക്കുന്ന പക്ഷം ഇലക്ഷൻ കമ്മീഷൻ ആ പേര് ആഭ്യന്തര വകുപ്പിന് കൈമാറണം. അവരാണ് പൗരത്വ നിയമപ്രകാരം പൗരത്വത്തിന്റെ കാര്യം തീരുമാനിക്കേണ്ടത്. ബംഗാളിയായ ജഡ്ജി ബാഗ്ചി സൂചിപ്പിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിന് തീരുമാനമില്ലാതെ ഒരാളുടെ പൗരത്വം റദ്ദാക്കാനാവില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജോലി വോട്ടർ പട്ടിക തയ്യാറാക്കലും തെരഞ്ഞെടുപ്പ് നടത്തുക എന്നത് മാത്രമാണ്. നേരത്തെ ബംഗാളിലെ BJP സർക്കാർ ഇതിന് വിരുദ്ധമായ നിലപാട് പ്രഖ്യാപിച്ചിരുന്നു. SIRലൂടെ ഒഴിവാക്കപ്പെട്ടവർക്ക് സർക്കാരിന്റെ ഒരു ആനുകൂല്യങ്ങളും നൽകില്ല എന്നായിരുന്നു അത്. ഇത് പ്രകാരം ഒരുപാട് പേർക്ക് ജാതി സർട്ടിഫിക്കറ്റുകളും അന്നപൂർണ പദ്ധതിയും റേഷനും മറ്റു ക്ഷേമ പദ്ധതികളും നിഷേധിക്കപ്പെട്ടിരുന്നു. എത്ര ആളുകളുടെ പേരുകൾ ഒഴിവാക്കിയെന്നോ അതിൽ എത്ര പേർ കേസ് നൽകിയിട്ടുണ്ടെന്നോ അതിൽ എത്ര എണ്ണത്തിൽ വിധി വന്നു എന്നോ യാതൊരു നിശ്ചയമില്ലാത്തപ്പോഴാണ് സർക്കാർ ഇത്തരം ഒരു നിലപാടെടുത്തത്. വാദിഭാഗം അഭിഭാഷകൻ കോടതിയിൽ വെച്ച കണക്ക് പ്രകാരം 19 അപ്പീൽ ട്രിബ്യൂണലുകളിലായി സമർപ്പിക്കപ്പെട്ട 34 ലക്ഷം അപ്പീലുകളിൽ ആകെ 38,000 എണ്ണത്തിൽ മാത്രമാണ് ട്രിബ്യൂണൽ വാദം കേട്ടിരിക്കുന്നത്. ഇതിൽ തന്നെ ഭൂരിപക്ഷവും അനുവദിക്കുകയായിരുന്നു അത്രേ. ഇത്തരമൊരവസ്ഥയിൽ പൗരത്വത്തെക്കുറിച്ചൊരു നിലപാടെടുക്കുന്നത് ജനങ്ങളുടെ അവകാശത്തെ അപകടകരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നത്തെ ദിവസം പൂർണ്ണമാവുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി.